നമുക്ക് 14 ജില്ലകളുണ്ട്. 14 ജില്ലകളിലായി 140 ജനപ്രതിനിധികൾ നമുക്കുണ്ട്. ഈ 140 ജനപ്രതിനിധികളെയും നമ്മൾ തെരഞ്ഞെടുത്തങ്ങോട്ട് വിടുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്തിന് സമഗ്ര വികസനത്തിന്, അതിലൂടെ നമ്മുടെ നാട്ടും പുറത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന വികസനം കൂടി വരാനാണ്. 140 പേര്. ഈ 140 പേരും കൂടി 14 ജില്ലകളുടെ ഭരണമാണ് നടത്തുന്നത്. ആ 140 പേർക്കും സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഭരിക്കുന്ന മന്ത്രിമാരുടെ കാര്യം വിട്. ഈ 140 MLA മാർ ചേർന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയാത്ത ഒരു കാര്യമാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. അതായത് കേരളത്തിലെ 14 ജില്ലകൾ പോരാ, ഏറ്റവും ചുരുങ്ങിയത് പുതുതായി 5 ജില്ലകളെങ്കിലും കൂടെ വരണം. കാരണം അത്രത്തോളം ജനസംഖ്യ വളർന്നിട്ടുണ്ട്. ചില ജില്ലകൾ, ഇപ്പോൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എക്സൈസ് ഓഫീസിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ 3 ജില്ലകളുടെ അത്രയും ദൂരം, സഞ്ചരിക്കുന്ന അത്രയും ദൂരം കടന്നു പോകണം. സഞ്ചരിച്ചാൽ മാത്രമേ തിരൂരിലേക്കൊക്കെ ഒന്ന് എത്താൻ പറ്റുള്ളൂ. എന്തോരം വെള്ളം. ഇപ്പൊ പാലക്കാടിന്റെ ബോർഡർ പെരിന്തൽമണ്ണയുള്ള അല്ലെങ്കിൽ അങ്ങ് വഴിക്കടവുള്ള ഒരാള് തിരൂര് വന്ന് കാര്യം നടത്തണം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറത്തെ യാത്ര ഉണ്ടെന്നറിയും. 3 മണിക്കൂർ 3.5 മണിക്കൂർ യാത്ര ചെയ്താലേ ഒരു ജില്ലയുടെ മറുഭാഗത്തെത്തും. 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്യണം. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ 8 മണിക്കൂറാണ് യാത്ര എന്നുള്ളത്. അതിന്റെ നേരെ പകുതി സമയം മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്ത് നിന്നും മറ്റേ ഭാഗത്തേക്ക് എത്തണമെന്ന് പറഞ്ഞാൽ അവർക്ക് തിരൂര് ഓഫീസിൽ വന്നിട്ട് ഒരു കാര്യം നടത്തി പോകാൻ 2 ദിവസം വേണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്രയ്ക്ക് വലിയ ജില്ലയാണ് മലപ്പുറം ജില്ല. പിന്നെ ഇന്നത്തെ ഗതാഗത സൗകര്യം നമുക്കറിയാമല്ലോ, വാഹനപ്പെരുപ്പം മറ്റ് എല്ലാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസമാണ്. മലപ്പുറം ജില്ലയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ ഏത് ജില്ലകളെ എടുത്തു നോക്കിയാലും മലപ്പുറം ജില്ലയ്ക്കുള്ള ഒരു പ്രത്യേകത, മറ്റ് ജില്ലകളിൽ നിന്ന് കുടിയേറ്റം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല എന്നാണ്. ഇപ്പൊ എന്റെ കാര്യം, ഞാൻ 1996 മലപ്പുറത്ത് താമസാക്കുന്നത്. കൊല്ലം ജില്ലയുടെ ഒരു പ്രാന്തപ്രദേശത്ത് നിന്ന് മലപ്പുറത്തേക്ക് വണ്ടി കയറി അവിടെ വന്ന് അവിടെ തന്നെ ജീവിച്ചു വരുന്ന കുടുംബവും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ ഉറപ്പിച്ച്, എന്റെ ബിസിനസ് ആയാലും മറ്റ് സ്ഥാപനങ്ങളായാലും എല്ലാം അവിടെ ഉറപ്പിച്ച് ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെപ്പോലെ എത്ര പേർ, എനിക്ക് മുമ്പ് വന്ന ഒത്തിരി പേരുണ്ട്, ധാരാളം പേർ. അതായത് അധ്യാപകരായി വന്നവർ, ഇവിടെ വിവാഹം കഴിച്ച് ജീവിച്ചവരുണ്ട്, കുടുംബപരമായി വന്ന മക്കളും മറ്റും ഇവിടെ ആയിപ്പോയത് കൊണ്ട് പിന്നെ ഇവിടെ വിട്ട് പോകാതെ ഇവിടെ വന്നവരുണ്ട്. അങ്ങനെ പത്തനംതിട്ട മേഖലയില് മറ്റു മേഖലയിൽ നിന്നൊക്കെ മലപ്പുറം ജില്ലയിലേക്ക് കുടിയേറി ഇവിടെ അധിവസിച്ച് അങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചിട്ടുള്ള ധാരാളം പേർ. മൊത്തത്തിൽ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യക്ക് പുറമേ നിന്നുള്ളവർ കൂടി വന്ന് താമസിക്കുന്നു. അതിന്റെ കാരണം സമാധാനമാണ്. ഇവിടെ മതപരമായിട്ടുള്ള തമ്മിലടിയില്ല, മറ്റേ അതൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നാട്ടുകാരും മറ്റുള്ളവരും എല്ലാം സഹകരിച്ച് എല്ലാവരുടെ ഒരുമയോടെ നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട്, അത് അങ്ങനെയല്ല എന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. അത്തരത്തിലുള്ള ഒരു ദേശമായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും അത്രത്തോളം ജനസംഖ്യ ഇവിടെ കൂടുതലുള്ളത് കൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്കൂളുകളായാലും കോളേജുകളായാലും ആരോഗ്യ കേന്ദ്രങ്ങളായാലും മെഡിക്കൽ കോളേജായാലും ആശുപത്രി ആയാലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അത് വാസ്തവമാണ്. അതൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ജില്ലകളായി ഇത് വിഭജിക്കപ്പെടണം. ഇത് ആദ്യം പറഞ്ഞ് 2012 കാലഘട്ടങ്ങളിൽ ജില്ല തിരൂർ കേന്ദ്രമായിട്ട് മലപ്പുറം ജില്ലയെ വിഭജിച്ച് 2 ജില്ലയാക്കണം എന്ന് പറഞ്ഞിരുന്നത് SDPI ആണ്. അന്ന് SDPI പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇക്കാലത്ത് അതിന്റെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് BJP ആണ്. മറ്റാർക്കും മനസ്സിലായില്ല. കോൺഗ്രസിന് മനസ്സിലായില്ല, മലബാറിലുള്ള മുസ്ലിം ലീഗിന് മനസ്സിലായിട്ടില്ല, അതുപോലെ കോൺഗ്രസിനോ CPM-നോ ഒന്നും മനസ്സിലായിട്ടില്ല. ഇവരൊക്കെ മലപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കണം. താരതമ്യേന ഇല്ല എന്ന് കരുതുന്ന BJP-ക്ക് പക്ഷെ കാര്യം മനസ്സിലാക്കി. BJP ഈ വർഷം മുതൽ, അതായത് ഇപ്പോഴത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയ സമയം മുതൽ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വിഭിന്നമായിട്ട് 3 ജില്ലയാക്കി വിഭജിച്ചു. സെൻട്രൽ, ഈസ്റ്റ്, വെസ്റ്റ് ഇങ്ങനെ 3 ജില്ലകളാക്കി വിഭജിച്ചുകൊണ്ടാണ് ഇന്ന് അവരുടെ ഭരണനിർവഹണം നടത്തുന്നത്, അവരുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. അവർക്കത് ബോധ്യപ്പെട്ടു. കാരണം അത്രത്തോളം ജനം ഇവിടെ കൂടുതലുണ്ട് എന്ന്. അതുകൊണ്ട് 5 ജില്ലകൾ മിനിമം കൂടി വരണം, നിർബന്ധമായിട്ട് വരണം. വള്ളുവനാട്, ഏറനാട് 2 പ്രദേശം, ഇപ്പൊ തിരുവിതാംകൂർ കൊച്ചി എന്ന് പറയുന്ന പോലെ. നമ്മള് ചെറായിയിൽ നിൽക്കുന്ന സമയത്ത്, ചെറായി മനോരാജ് പുരസ്കാരത്തിന് അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങള് തിരുക്കൊച്ചി കല്ലിന്റെ അപ്പുറപ്പുറം നിന്ന് തിരുവിതാംകൂർ കൊച്ചി ഇങ്ങനെ ചാടി കളിക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ തിരുവിതാംകൂർ കൊച്ചിയിൽ വന്ന് നിൽക്കണുണ്ട് ആ രാജ്യത്തിന്റെ അതിർത്തി എന്ന് പറയുന്ന പോലെ ഇവിടെ മലപ്പുറത്ത് നമ്മള് ഏറനാട് അതുപോലെ വള്ളുവനാട് എന്ന പ്രദേശം, അപ്പൊ പാലക്കാട് ഒറ്റപ്പാലം ആ പ്രദേശം എല്ലാം കൂടി ചേർന്നിട്ട് പാലക്കാടിന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പുറത്ത് ഏറനാട് എല്ലാം കൂടി ചേർന്നിട്ട് മലപ്പുറവുമായി. ഏതായാലും ഒരു പുതിയ ജില്ല അല്ലെങ്കിൽ ഒന്നിലധികം ജില്ലകൾ ഇവിടെ ഉണ്ടായി വരണം എന്നുള്ളത് വാസ്തവമാണ്. നമുക്ക് ഒന്ന് പരിശോധിക്കാൻ മതി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങിലോ വർക്കലയോ കേന്ദ്രമാക്കിയിട്ട് പുതുതായി ഒരു ജില്ല ഉണ്ടായി വരേണ്ടത് ആവശ്യമാണെന്നാണ് മനസ്സിലാകുന്നത്. കാരണം തിരുവനന്തപുരം നഗരത്തിലെ ജനസംഖ്യ നമുക്കറിയാലോ. പിന്നെ മലയോര മേഖലയിൽ, കൊല്ലം ജില്ലയുടെ മലയോര മേഖലയിൽ നമുക്ക് നോക്കാം.
ഇതെല്ലാം കൂടി ഒന്ന് കണക്കൂട്ടി എടുക്കുമ്പോൾ ജനസംഖ്യയും അതിന്റെ മൊത്തം ഭൂമിശാസ്ത്രവും എല്ലാം കൂടെ എടുത്ത് നോക്കുമ്പോൾ ഒരു ജില്ല ഉണ്ടായി വരണം. കാരണം വർക്കല ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൂറിസം, അതുപോലെ അങ്ങനെ കുറെ ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതു വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനം എങ്ങനെ ഉണ്ടായി വരണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ സംസ്ഥാന ഘടന മാറ്റാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വർക്കല കേന്ദ്രീകൃതമായിട്ട് ഒരു ടൂറിസം വികസനം സാധ്യമാക്കും. അങ്ങനെ കേരളത്തിലെ സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ ഉള്ളത് കൊച്ചി തൃശ്ശൂരാണ്. കൊച്ചി തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ ചാലക്കുടി അല്ലെങ്കിൽ അങ്കമാലി കേന്ദ്രമാക്കിയിട്ട് വേണമെങ്കിൽ ഒരു ജില്ല ഉണ്ടാക്കാം. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മലബാർ മേഖലയാണ്. മലബാർ മേഖലയില് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു സ്ഥലം മലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ തിരൂർ കേന്ദ്രമാക്കി ഒരു ജില്ല എന്തായാലും വേണമെന്നുള്ള ഒരു ആവശ്യം അത് ന്യായമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ വള്ളുവനാട് അല്ലെങ്കിൽ പെരിന്തൽമണ്ണ കേന്ദ്രമായിട്ട് ഒരു ജില്ല, അങ്ങനെ 3 ജില്ല. പാലക്കാട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയാണ് ഈ പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. 3 ജില്ലകൾ. ഈ വള്ളുവനാട് എന്ന് പറയുമ്പോൾ വള്ളുവനാട് തെരഞ്ഞാലും പോകരുത്. ഇപ്പോ ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലം ഇല്ല, വയനാട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഇല്ല, മലബാർ എന്ന് പറയുന്നൊരു സ്ഥലം ഇല്ല, തിരുവിതാംകൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഇല്ല എന്ന് പറയുന്നത് പോലെ വള്ളുവനാട് എന്ന് പറഞ്ഞൊരു സ്ഥലം നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. ആ ഒരു ഏറനാട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഏറനാട് എന്നതുപോലെയാണ് സംഗതി. ഏറനാട് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഏരിയ ആണ്. അതുപോലെ വള്ളുവനാട് ജില്ല പെരിന്തൽമണ്ണ കേന്ദ്രമാക്കിയിട്ട് വള്ളുവനാട് ജില്ല ഉണ്ടാക്കാം. അതായത് പാലക്കാട് മലപ്പുറം ജില്ലകളെ ഒന്ന് കൂട്ടിയിണക്കിക്കൊണ്ട് 3 ജില്ലകളാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് മലബാറിന്റെ വികസനത്തിന്, മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെയും പിന്നെ പുതുതായി വരുന്ന ആ ഒരു ജില്ലയുടെയും ഒക്കെ വികസനത്തിന് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പാലക്കാട് ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് പോരെയെന്ന് ചോദിക്കും. മലപ്പുറം ജില്ലയിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് നോക്കിയാലേ അറിയാൻ പറ്റും. മലപ്പുറം ജില്ല എവിടെ മുതൽ എവിടെ വരെ കിടക്കണം എന്നുള്ളത് വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ജില്ലയ്ക്കും അതിന് അർഹമായിട്ടുള്ള പരിഗണന കിട്ടുമ്പോൾ വലിയ വികസനമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. പിന്നീടുള്ളത് കണ്ണൂർ, കോഴിക്കോടാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വടകര കേന്ദ്രമാക്കി ഒരു ജില്ല ഉണ്ടായി വരുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. അത്രത്തോളം ജനസംഖ്യ ഉണ്ട് കോഴിക്കോട്, കണ്ണൂർ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇവിടുത്തെയൊക്കെ പ്രധാന പ്രശ്നം എന്താണെന്നറിയാം, ഇത്തരത്തിൽ ജില്ലകളുടെ എണ്ണം കൂട്ടുമ്പോൾ അത് ചില പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് യോജിക്കൂല. ഇന്നത്തെ വാർഡ് വികസനം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായി വാർഡ് വികസനം നടന്നിരുന്നു. ഇപ്പൊ ഞാനൊക്കെ ഏറനഗർ പഞ്ചായത്തിലെ 8ാം വാർഡിലായിരുന്നെങ്കിൽ ഇന്ന് 11ാം വാർഡിലാണ്. ഇന്ന് പറയുന്നത് പോലെ ഒരുപാട് വാർഡുകൾ കൂടി, ജനസംഖ്യ അടിസ്ഥാനത്തിൽ കൂടി. പക്ഷെ അതൊക്കെ ചില പൊളിറ്റിക്കൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ CPM ആണല്ലോ, CPMന്റെ ആ ഒരു സീറ്റുകൾ നഷ്ടപ്പെടാത്ത വിധത്തിൽ, കൂടുതൽ കിട്ടുന്ന വിധത്തിലൊക്കെ ചില ക്രമീകരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. എല്ലാ ഭാഗത്തും നമുക്ക് പോയി തിരയാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഉണ്ടാകാം, കാരണം അവരവരുടെ നിലനിൽക്കുന്ന പാർട്ടി, നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ശ്രമിക്കും, സ്വാഭാവികം. എന്നതുപോലെ ഓരോ പാർട്ടികൾക്കും അവരുടെ നിലനിൽപ്പ് പ്രധാനമാണ് എന്നതുകൊണ്ട് അവരുടെ MLA-മാർ 140 MLA വരെ ഉള്ളത്, ആ MLA-മാരുടെ നിലനിൽപ്പ് പ്രധാനമാണ് എന്നതുകൊണ്ട് ഈ ജില്ലകളുടെ വികസനം സാധ്യമാണോ എന്നത് തൃശങ്കുവിലാണ്. ഏതായാലും VT ബൽറാം ഇതനുസരിച്ചിട്ട് വളരെ നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്. ആ പോസ്റ്റ് കൂടി നമുക്കൊന്ന് വായിക്കാം. കേരളത്തിലെ ജില്ലകളെ പുനഃക്രമീകരിക്കുന്നതിനുള്ള ചർച്ചകൾ സ്വാഗതാർഹമാണ്. ഒരു കേരളീയൻ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ എന്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണം പങ്കുവയ്ക്കട്ടെ. ഇതെന്റെ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഔദ്യോഗിക അഭിപ്രായമല്ല എന്നും എന്റെ തന്നെ സുചിന്തിതമായ അഭിപ്രായമല്ല എന്നും മുൻകൂട്ടി വ്യക്തമാക്കുന്നു. സുചിന്തിതം എന്ന് പറഞ്ഞ ഒരുപാട് ചിന്തിച്ച് ഒരു പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് പൊക്കിയെടുത്തതല്ല എന്നേ അർത്ഥമുള്ളൂ കേട്ടോ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. കേരളത്തിൽ പുതുതായി 5 ജില്ലകൾക്കെങ്കിലും സ്കോപ്പ് ഉണ്ട്. ഇപ്പോഴത്തെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളെ പുനഃക്രമീകരിച്ച് ഒരു പുതിയൊരു ജില്ല, എറണാകുളം, തൃശ്ശൂർ ജില്ലകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പുതിയൊരു ജില്ല, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് 2 പുതിയ ജില്ല, അതുപോലെ 3 ജില്ലകളെ 5 ആക്കി മാറ്റാം. കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്കിടയിൽ ഒരു ജില്ല, ഇത്രയും ജില്ലകൾ ചേർത്തിട്ട് 5 ജില്ലകളുടെ മൊത്തം കൂടിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വികസനത്തിന് അത് അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് ഏറെക്കുറെ ഒന്ന് നടക്കും എന്നതാണ് പറയുന്നത്. നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്, നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്നോ ചെയ്യേണ്ടതാണ്. അത്രത്തോളം മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇവിടുത്തെ ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളും എന്ന് പറഞ്ഞാൽ ആശുപത്രിയുടെ ആയാലും വിദ്യാഭ്യാസത്തിന്റെ ആയാലും സ്ഥാപനങ്ങളുടെ ആയാലും സീറ്റുകളുടേതായാലും ഒക്കെ കാര്യം, ഒരു ജില്ലക്ക് ഇത്ര സീറ്റ് എന്നാ പറയുന്നത്, +2-നായാലും മറ്റു കാര്യങ്ങൾക്കായാലും. പക്ഷെ അത്രത്തോളം വിദ്യാർത്ഥികളോടുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടണ്ടേ? ഈ 4, 3, 7 പേരുള്ള ഒരു ജില്ലയിൽ മുഴുവൻ ആൾക്കാരും കിട്ടിയ സീറ്റ് ബാക്കി കിടക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ സീറ്റ് തികയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അത്തരത്തിലുള്ളൊരു അവസ്ഥയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ജനസംഖ്യാ അനുപാതത്തിൽ ജില്ലകൾ രൂപീകരിക്കപ്പെടണം. നമ്മുടെ രാജ്യത്തിന്റെയും
സംസ്ഥാനത്തിനുമൊക്കെ സമഗ്ര വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അതിനുവേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ, നമ്മുടെ ഭരണകർത്താക്കൾ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. Different angles. Don't forget to subscribe and support this channel.